അഞ്ചരക്കണ്ടിയിലെ സവർണ അധ്യാപകനായിട്ടുള്ള സംഘി റാം, അദ്ദേഹം വലിയൊരു രാമൻ്റെ ആരാധകനാണ്. അദ്ദേഹം ക്ലാസ്സിൽ രാമായണമൊക്കെ വായിക്കും. രാമനുമായി ബന്ധപ്പെട്ട ജീവിതശൈലികൾ അതേപടി അനുകരിക്കുന്ന വ്യക്തിയാണ്. അയാളുടെ ചെയ്തികളൊന്ന് ആലോചിക്കണേ. ഇപ്പോൾ മാതൃഭൂമിയിൽ ടെലികാസ്റ്റ് ചെയ്ത ഒരു കുട്ടിയുടെ പ്രതികരണം കാണാനിടയായി. നമ്മളോട് ആരാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഗുരുക്കന്മാരെ വന്ദിച്ചോളണമെന്ന്? സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പല സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ പല സ്കൂളുകളിലെ പ്രിൻസിപ്പൽ അധ്യാപകന്മാരൊക്കെ ഇടപഴകുന്ന ഒരു രീതി ശൈലിയൊക്കെ കാണുമ്പോൾ മൃഗങ്ങളാണോ എന്ന് തോന്നിപ്പോകാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ ചിലർക്ക് ചോദിക്കാം, ഈ ഇന്നത്തെ കാലത്തെ കുട്ടികളെ നിയന്ത്രിക്കാൻ കുറച്ചവർ ശക്തമായിട്ട് അല്ലെങ്കിൽ കുറച്ച് പരുഷമായിട്ടൊക്കെ പെരുമാറണ്ടേ? അധികാരത്തിൻ്റെ സ്വരം പരുഷമല്ല, പരുഷമാകണം, ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, നയിക്കാൻ പറ്റണം. പക്ഷേ വ്യക്തി അധിക്ഷേപം, നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപം, ഇവരൊക്കെ എങ്ങനെ അധ്യാപകരായി? നമ്മളോട് സംഘപരിവാറിൻ്റെ ഈ പഴയ കാലഘട്ടത്തിലെ ചിട്ടാവട്ടങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ മുന്നോക്ക സമുദായക്കാർ, ഈ സവർണ വിഭാഗക്കാർ പഠിപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട് മാതാവിനെ, പിതാവിനെ, ഗുരുവിനെയൊക്കെ വന്ദിക്കണമെന്നുള്ളതാണ്. അതെ, കുറച്ച് തൊലി കറുത്തു പോയവർ, നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ ചെയ്യാമെന്ന് നിങ്ങൾ കണ്ടു കാണും. അവരും രാമഭക്തനാണ്. പക്ഷേ തൊലി നിറം കുറഞ്ഞ ആൾ തൊടാൻ വന്നാൽ അയാളുടെ ഒരു അസ്വസ്ഥത, ഒരു നിവേദനം കൊടുക്കാൻ വന്നാലുള്ള അസ്വസ്ഥത നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതേ റാമന്മാർ തന്നെയാണ് പല മേഖലകളിലുമുള്ളത്. എന്തുകൊണ്ട് ഈ നിറത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു? നിറം ഒരു ഘടകമായി മാറുന്നു. അധികാര കേന്ദ്രങ്ങൾ അവരുടെ കൈവശം തന്നെ, അതായത് ഈ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലും ജാതിയുടെ അടിസ്ഥാനത്തിലും നിലനിർത്താൻ പരിശ്രമിക്കുന്നത് എന്തെന്ന് ഈ സന്ദർഭത്തെങ്കിൽ ഈ സമൂഹം ചിന്തിക്കണം. ഇവിടെ ഒരൈറ്റം ഹിന്ദുവേ ഉള്ളൂ, അതാണ് പ്രിവിലേജ്ഡ് ഹിന്ദു, സവർണ ഹിന്ദു. അതായത് പേരിനൊപ്പം ഇപ്പോഴും വാലുവായിട്ട് സ്വന്തം ജാതി പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ. ആ ഹിന്ദു ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഈ കുട്ടിയുടെ ഒരു പ്രതികരണം കേട്ടെ. അത് എൻ്റെ പേര് ആഷിഖ് നാരായണൻ. ഞാനിവിടെ 2019 ബാച്ചിൽ വന്നത്. ഇപ്പോൾ ഇവിടെ ഫൈനൽ ഇയർ പാർട്ട് 1 ഇപ്പോൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാൾ എന്നെ ക്ലാസ്സിലിരുത്തും. ഇയാൾ ക്ലാസ്സിലിരുത്തിയിട്ട് ഡോക്ടർ റാം ഇയാൾ ക്ലാസ്സിലിരുത്തിയിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് മറ്റേ ഇതാണ് ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബാക്കി മൊത്തം രാമായണം പറയലാന്ന് ഇയാളുടെ പരിപാടി. അപ്പോൾ ഇടയ്ക്ക് 2-3 പ്രാവശ്യം എന്നെ ഇങ്ങനെ ക്ലാസ്സിൽ എണീപ്പിച്ചിരുത്തിയിട്ട് എന്നെ ഫ്രണ്ടിൽ വരാൻ പറയും. നമ്മൾ ഫ്രണ്ട് റോയില ആമ്പിളർ ഇരിക്കുക, എന്നിട്ട് ക്ലാസ്സിനെ ഫേസ് ചെയ്യാൻ പറയും. എന്നിട്ട് ബാക്കിയുള്ള പിള്ളേർ നോക്കിയിട്ട് നോക്ക്, ഇവനെ കണ്ടിട്ട് ഒരു ബെഗറിന്റെ ലുക്കില്ലേ, ഇവനെ കണ്ടിട്ട് ഒരു കോളനി ബെഗറിന്റെ ലുക്കില്ലേ. എന്നിട്ട് എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് പറയും ഇവന് വീട്ടിൽ പൈസ ഒന്നും ഇല്ലാത്തതാണ്, ഇവന് ബെഗർ വേഷത്തിൽ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് പോയി ഇരുത്തും. മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ കാണിക്കാം. എൻ്റെ കൂടെയുള്ളവരൊക്കെ, എൻ്റെ കൂടെ നിന്ന് പഠിച്ചവർക്കൊക്കെ ഇതറിയാം. എന്നിട്ട് അവസാനം ഇതൊക്കെ കേട്ട് അവസാനം ഫസ്റ്റ് ഇയർ എങ്ങനെയല്ലോ നീക്കി കഴിഞ്ഞു. പിന്നെ തേർഡ് ഇയർ എത്തിയപ്പോൾ പിന്നും ഇവനെ എനിക്കറിയാം, ഇവൻ ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞിട്ട് എന്നെ കയറിയ 5 മിനിറ്റ് കയറിയ ഇയാൾ എന്നെ എണീപ്പിച്ചിട്ട് നീ പോയിക്കോ, നീ ഗെറ്റ് ഔട്ട് ആയിക്കോന്നു കേട്ട് എടുത്തിട്ട് പിന്നെ ഞാനും പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അവസാനം എൻ്റെ അറ്റൻഡൻസ് അങ്ങനെ കുറേ കുറഞ്ഞു. എനിക്ക് പിന്നെ കയറാനേ മടിയായി. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ അറ്റൻഡൻസ് നീക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കയറുമ്പോഴത്തേക്ക് ഇയാൾ അതിനും തരില്ല അറ്റൻഡൻസ്. അവസാനം അറ്റൻഡൻസ് ഷോർട്ടായിട്ട് ഞാൻ മൊത്തം ഇരുന്ന് അറ്റൻഡൻസ് ഒരാഴ്ച മൊത്തം 9 to 5 ഇരുന്ന് ഞാൻ എന്താ പറയുക, തിങ്കൾ മുതൽ ശനി വരെ ഇരുന്നിട്ട് അറ്റൻഡൻസ് എങ്ങനെയല്ലോ ക്ലിയർ ആക്കിയിട്ട് വൈവ കൊടുത്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് വൈവ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇയാൾ പറയും നീ വൈവ കൊടുക്കണ്ട, എൻ്റെ ആറ്റിറ്റ്യൂഡ് ആരോഗ്യൻസ് ഒന്നും അത്ര ശരിയല്ല, നീ വൈവ കൊടുക്കണ്ട, നീ പ്രാവശ്യം എഴുതണ്ട, നീ സ്വന്തം ഇഷ്ടപ്രകാരം എഴുതുന്നില്ല എന്ന് നീ പറയണം തേർഡ് ഇയർ എക്സാം. ഇല്ലെങ്കിൽ നീ അഥവാ എഴുതുവാണെങ്കിൽ ഞാൻ നിന്നെ പ്രാക്ടിക്കൽ പൊട്ടിക്കും. നീ പ്രാക്ടിക്കൽ ഇപ്പം മാത്രമല്ല പിന്നെ അങ്ങോട്ടും പൊട്ടിക്കും. പകരം നീ ഇപ്രാവശ്യം എഴുതാണ്ട് നിന്നിട്ട് അടുത്ത പ്രാവശ്യം നീ വന്നിട്ട് എഴുതുകയാണെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുക, പാസ് ചെയ്യാം. ഇത് എന്ത് രസമാണെന്ന് എനിക്കറിയില്ല. ഇയാൾക്ക് എന്ത് സന്തോഷം ഇത് ചെയ്തിട്ട് കിട്ടും. എന്തൊക്കെ ഗെയിം ആയതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ഞാൻ അങ്ങനെ എഴുതി. ഇത് ഇപ്രാവശ്യം എഴുതാണ്ട് നിന്നിട്ട് എനിക്ക് തന്ന അന്നത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് ആരോഗ്യൻസും കാരണമാണ് എന്നെ എഴുതിക്കാത്തത്. അതായത് അല്ലാതെ എൻ്റെ വർക്കോ അങ്ങനെയൊന്നല്ല, എന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. അവസാനം അങ്ങനെ ഈ ബാക്കായി 6 മാസം ബാക്കായിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ഓരോ വൈവ് ഇങ്ങനെ കൊടുത്ത് അവസാനം ഞാൻ എഴുതിയപ്പോഴത്തേക്ക് പ്രാക്ടിക്കലിനും പോയി, പ്രാക്ടിക്കലിന് കയറി, പ്രാക്ടിക്കൽ എക്സ്റ്റേണൽ വൈവ് ആയിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ഇയാൾ പിന്നെ എന്നെ സൈഡോട്ട് വിളിച്ച് കയറ്റിയിട്ട് ഒറ്റ സ്റ്റാഫ് റൂമിൻ്റെ സൈഡിലത്തെ റൂമിൽ സ്റ്റാഫ് സെൽ ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും ഉണ്ട്, എൻ്റെ അന്നേരം എക്സാം എഴുതാൻ വന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരൊക്കെ നിർത്തിയിട്ട് നീങ്ങുവാന്ന് പറഞ്ഞു. അന്നേരം ഞാൻ മുടി കെട്ടി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. മുടി കെട്ടി വെച്ചിട്ട് പോയപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ എൻ്റെ ഫോൺ എടുപ്പിച്ചു. എൻ്റെ ഫോൺ വിളിച്ചു, നീ പണ്ടൊരു ഹോളിവുഡ് സിനിമ കണ്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് അപ്പോക്കലിപ്റ്റോ എന്ന് പറയുന്ന സിനിമ എടുത്തിട്ട് അതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടറിനെ കാണിച്ചിട്ട് പറഞ്ഞ് നിന്നെ കാണാൻ ഈ ആദിവാസി ചെക്കനെ പോലെയുണ്ട്, നിന്നെ കാണാൻ ഈ ആദിവാസി ക്യാരക്ടറിനെ പോലെയുണ്ട്, നീ ട്രൈബൽ ലുക്ക് ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ട്
എനിക്കന്ന് തീരെ പറ്റിയില്ല. പിന്നെ അവസാനം ഞാൻ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ അപ്പൊ എക്സ്റ്റേണൽ വൈവ നിന്റെ റീവൈവ നടത്തും എന്ന് പറഞ്ഞു. അതായത് നീ ഇപ്പം മിണ്ടിയാലിപ്പോ റീവൈവ നടത്തും, ഇല്ലെങ്കിൽ 10 ചോദ്യം അധികം ചോദിപ്പിക്കും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എന്റെ ഫ്രണ്ട്സും ചിരിച്ചേ പറ്റൂ, അവര് ചിരിച്ചിട്ടില്ലെങ്കിൽ അവരടുത്ത ടാർഗറ്റായി മാറും. പിന്നെ അതിനെക്കാട്ടി നല്ലത് അന്നേരം ഞാനങ്ങ് ചിരിച്ച് തള്ളി വിട്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഇത് പണ്ടാരം തീർന്നു കിട്ടിയാൽ മതിയായി. ഭാഗ്യത്തിന് പാസ്സായി. പിന്നെ ഇനി അയാളെ കാണേണ്ട ആവശ്യമില്ല. ആ സമയത്ത് എന്തെങ്കിലും പരാതിയോ എന്തെങ്കിലും നിങ്ങൾ കൊടുത്തിരുന്നോ? പരാതി ആരോടെങ്കിലും അല്ലെ പേടിച്ചുകൊണ്ടാണോ അത്? പേടിച്ചോണ്ടൊന്നല്ല. ഇതിന് മുന്നേ 2017 പഠിച്ചൊരു ഏച്ചിയുണ്ട്. ഈ ഏച്ചി ഒരു സ്റ്റാഫ്, ഈ ഏച്ചിന്റെ ഫാദറിന്റെ കൂടെ കറങ്ങാൻ പോയപ്പോഴത്തേക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിലത്തെ സ്റ്റാഫ് കണ്ട്. വേറൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് കണ്ടിട്ട് ഈ ചേച്ചിനെ അറ്റ ഇങ്ങനെ കളിയാക്കണം, നമ്മൾ നിന്നൊരാളെ കൂടെ കണ്ടല്ലോ എന്ന്. അപ്പൊ ഈ ചേച്ചി പറഞ്ഞല്ല എന്റെ അച്ഛനാന്ന് പറഞ്ഞിട്ട് ചേച്ചി തിരിച്ചു പറഞ്ഞു, നിനക്ക് ഇത്രക്കും തണ്ടായോ എന്ന് പറഞ്ഞിട്ട് ആ ഏച്ചിനെ എന്താ പറയാ 2.5 കൊല്ലം ഇരുത്തിച്ച്. അതൊക്കെ നമ്മൾ കേട്ട് വരുന്നു. ആ പേടിയുണ്ട്. ഈ ഒരൊറ്റ ഈ ഒരു ചെറുതായിട്ടൊന്ന് തിരിച്ചറിഞ്ഞതിന് 2.5 കൊല്ലം ഇരുത്തിക്കാന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ ഈ ഒന്ന് പ്രതികരിച്ചാല് പിന്നെ നമ്മള് 2-3 കൊല്ലൊക്കെ ഇരുന്നാ പിന്നെ കോഴ്സ് ചെയ്യണ്ടേ. 9 കൊല്ലത്തൊരു ലിമിറ്റും ഉണ്ട് കോഴ്സിന്. 9 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മള് കോർട്ട് കേസായി, പിന്നെ മറ്റേ മേഴ്സി ചാൻസ് ആയി. ഇതിനു മുന്നേ എങ്ങനെയെങ്കിലൊക്കെ തീർക്കണ്ടേ, സഹിച്ച് കടിച്ച് തീർക്കാന്നല്ലാണ്ട്. എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പം സെക്കൻഡ് ഇയർ ആണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് ഫസ്റ്റ് ഇയർ പറഞ്ഞില്ല ആ ഒരു കാര്യങ്ങൾ മാത്രമേ എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളൂ. ഇപ്പൊ സെക്കൻഡ് ഇയർ ഞാൻ കയറി ചെയ്തേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ ഉണ്ടാകുന്ന സമയത്ത് ആക്ച്വലി ഞാൻ റെപ്പായിരുന്നു. അപ്പോൾ ടാർഗറ്റ് ഫുൾ ടൈം ഞാൻ, എന്റെ ഫ്രണ്ട്സ്, ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടാവലുണ്ട്. മെയിൻ ആയിട്ട് ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഓർത്തോന് ഇവിടെ പേഷ്യന്റ് ഫ്ലോ ഒരു പൊടിക്ക് കുറവാണ്. അപ്പോൾ സീനിയേഴ്സിന് ചിലപ്പം പേഷ്യന്റ് ആയിട്ട് നമ്മൾ പോകേണ്ടി വരും. അങ്ങനത്തെ എക്സാം കേസിനൊക്കെ പോകേണ്ട അവസരത്തിൽ ചിലപ്പം ക്ലാസ് കട്ട് ചെയ്തിട്ടായിരിക്കും വേണ്ട പോകേണ്ടി വരിക. പക്ഷെ സ്റ്റിൽ പെർമിഷൻ എടുത്തിട്ട് ക്ലാസ് കട്ട് ചെയ്ത് പോയാൽ തന്നെ അന്ന് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ പോയത്. അത് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ലൈക്ക് നമ്മൾ എന്നെയും എന്റെ ഫ്രണ്ടിനെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തി. ആൻഡ് വിളിച്ചു വരുത്തിയതിന് ശേഷം എന്റെ പോക്കറ്റിന്റെ ചെറിയൊരു സ്റ്റിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിച്ച് ചെറുതായിട്ട് വിട്ടതുകൊണ്ട് നീ പോക്കറ്റ് പിന്നെയും തുന്നിക്കോന്ന് പറഞ്ഞാൽ പോക്കറ്റ് ഫുള്ളായിട്ട് വലിച്ചു കയറി. അതൊക്കെ കുറച്ച് ഭയങ്കര ഹാരസ്മെന്റ് ആയി തോന്നി. അന്ന് അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ബാക്കി ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ലൈക്ക് അത് പിന്നെ വിട്ടു. ആൻഡ് എന്റെ ഫ്രണ്ടിനെ അവൻ കുറച്ച് സൈസ് ഉള്ളത്. അപ്പൊ അവൻ നിന്ന് കഴിഞ്ഞാൽ പിറകിലില്ല, ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് വന്നിട്ട് ഒരു 2 വീക്കിനുള്ളിൽ തന്നെ ലൈക്ക് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഭാഗത്തിൽ എന്നെ എണീപ്പിച്ച് നിർത്തി. എന്നെ പറഞ്ഞു, നിന്നെ കാണാൻ അഗ്ലിയാണ്, ലൈക്ക് നിന്നെ കണ്ടാൽ തന്നെ വേറെ കുട്ടികളൊന്നും നിന്നെ നോക്കില്ല, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോ, ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ല നിനക്ക്, അങ്ങനെയൊക്കെ പറയും. ആൻഡ് ഒരു കുട്ടീനെ കൊണ്ട് ചെരുപ്പ് ഊരിയിട്ട് എന്നെ അടിക്കാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് അവൾക്ക് പറ്റുന്നുണ്ടായില്ല, അവളോട് ചെരുപ്പ് ഊരി കൈ പിടിച്ചു. അവളെന്റെ ഊങ്ങിയതാ, ആൻഡ് അവൾക്ക് പറ്റാത്തതുകൊണ്ട് അവൾ ചെരുപ്പ് തായിട്ടു. അങ്ങനെയൊക്കെ പല ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ കോളേജ് പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇത് പറയാനുണ്ടാവും. ഒന്നല്ലെങ്കിൽ അടുത്ത ആളെ പേര് പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെ എല്ലാവർക്കും ഉണ്ടാവും ഈ കാര്യത്തിൽ. ആൻഡ് റാം സാർ ഇതിൽ ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ കുറെ ഇങ്ങനെ സ്റ്റാഫ് ഉണ്ട്, എല്ലാ സ്റ്റാഫിനും ഞാൻ പറയുന്നില്ല. ആൻഡ് കുറെ സ്റ്റാഫ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആൻഡ് റാം സാർ എന്ന് പറഞ്ഞാൽ ഗേൾസിനെയും ബോയ്സിനെയും ഒരു വേദനയും ഇല്ലാണ്ട് ഫിസിക്കലി, മെന്റലി, ഫൈനാൻഷ്യലി അടക്കം ഇവിടെ ട്രോമറ്റൈസ്ഡ് ആക്കുന്ന സ്റ്റാഫ് കൂടി ഉണ്ട്. ഇപ്പൊ തന്നെ കുറെ സ്റ്റാഫിലൊക്കെ പണിഷ്മെന്റ് ആയിട്ട് 20,000 ബുക്ക് വാങ്ങിപ്പിക്കുക, പിന്നെ 2000 പേജിലെ ബുക്കൊക്കെ എഴുതിക്കുക. നമുക്ക് ലൈക്ക് വേറെ പണിഷ്മെന്റ് ലൈക്ക് ചെറിയ കാര്യങ്ങളൊന്നും കൊടുക്കാണ് പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പിള്ളേര് അങ്ങ് ഡൗൺ ആയി പോവുകയാണ്, ഒന്നും ചെയ്യാനില്ല ആർക്കും. അപ്പൊ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കിനി മേലേക്ക് ഇയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പേടി കൂടിക്കൊണ്ടിരിക്കുക. കാരണം ഇവിടെ 2015 മുതലുള്ള ബാച്ച് ഇവിടെ പഠിക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് അത്രയും ബാക്കൗട്ട് ആക്കി, ഈ സ്റ്റാഫ് കാരണമൊക്കെ ബാക്കൗട്ട് ആക്കിയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നതെന്ന് അറിയുന്നതുകൊണ്ട് ആരും ഒന്നും മിണ്ടാത്തതാണ് ഈ കാര്യത്തിൽ. എന്റെ പേര് ആൽബിൻ. ഞാൻ ഇവിടെ 24 ബാച്ചിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. പിന്നെ ഈ ബ്ലാക്ക് കൗ എന്നൊക്കെ വിളിച്ചായിട്ട് പിള്ളേർ പറയുന്നില്ലേ, അത് ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഞാൻ ക്ലാസ്മേറ്റ്, ഞാൻ അതിന് സാക്ഷിയാണ്. ഇത് ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ ഫ്രണ്ടിനെ അയാളുമായിട്ട് എണീപ്പിച്ച് നിർത്തിയിട്ട് ബ്ലാക്ക് പിഗ്. എന്റെ ഒരു മറ്റെന്താ പറയാ, ഒരു വേറെ ഫ്രണ്ട് എന്ന് വെച്ചാൽ അവള് പെണ്ണാണ്. അവൾ ഈ ക്ലാസ്സിൽ എണീപ്പിച്ച് നിന്നിട്ട് യു ആർ ലുക്കിംഗ് ലൈക്ക് എ ബ്ലാക്ക് കൗ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ അവസാനം കരഞ്ഞിട്ടാണ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ഇയാൾ പോയതിന് ശേഷം ഇയാളെ മുന്നിൽ നിന്ന് കരയാൻ വരെ ആ കുട്ടിക്ക് പേടിയാകും. കടിച്ചു പിടിച്ചിട്ട് ഇയാൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ പെണ്ണിന്റെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. ആ പെണ്ണ് പിന്നെ ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് ബ്ലാക്ക് കൗ എന്നൊക്കെ വിളിക്കുവാണെങ്കിൽ എന്താ അവസ്ഥ? ഇയാൾ എന്നെ വിളിക്കും, ഓ യു ആർ ലുക്കിംഗ് സോ ബ്ലാക്ക് മാത്രല്ല, ഒരു പോയിന്റിന് ശേഷം വെളുത്താൽ ഇയാൾ എന്റെ ഇതൊക്കെ ഞാൻ ക്ലാസ്സിലുണ്ട്, ഞാൻ കാണുന്നുണ്ട്. വേറൊരു ഫ്രണ്ടിനെ വൈറ്റ് കോക്രോച്ച് എന്ന് വിളിക്കും. ഒരു പരിധിക്ക് ശേഷം വെളുത്താൽ വൈറ്റ് കോക്രോച്ച്, ഒരു പരിധിക്ക് ശേഷം മെലിഞ്ഞാല് ക്യാൻസർ പേഷ്യന്റ്, എൻഡോസൾഫാൻ, ഇതൊക്കെയാണ് അയാൾ പറയുന്നത്. കേട്ടല്ലോ, ബെഗർ യാചകൻ എന്നാണ്.
എന്താണ് അയാൾ വിളിക്കാനുള്ള കാര്യം? അത് തറവാട്ടിൽ പിറന്ന ആളാണല്ലോ, അവർ വലിയ പ്രിവിലേജ്ഡ് ഹിന്ദുവാണല്ലോ. ആ ഹിന്ദുവിന് ക്ലാസ്സിലുള്ള ഒരു പിന്നോക്ക വിഭാഗത്തിലെ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ഫീൽ എന്താണെന്നും ക്ലാസ്സിലെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് അധിക്ഷേപിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രക്ഷിതാവാണെങ്കിൽ എങ്ങനെയാണ് സ്വന്തം മക്കളെ വിദ്യാലയം എന്നതിൻ്റെ ഒരു സങ്കല്പത്തിൻ്റെ പേരിൽ സ്വന്തം മക്കളെ ടോർച്ചർ ചെയ്യാൻ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? അതും പണം കൊടുത്തതിന് ശേഷം മക്കളുടെ വിദ്യാഭ്യാസം എന്ന പേരിൽ ഇതുപോലുള്ള നികൃഷ്ട ജന്മങ്ങൾ, ഈ ഗുരുക്കന്മാരെന്ന് ഇന്നത്തെ കാലത്ത് വന്ദിക്കപ്പെടേണ്ടതോ ഗുരുപൂജ നടത്തണമെന്നൊക്കെ സംഖ്യകൾ നിങ്ങളെ പഠിപ്പിക്കും. അവരുടെയൊക്കെ കാല് കഴുകണം, പാദപൂജ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടല്ലോ. എന്തിന്? ഇവൻ്റെയൊക്കെ കാല് കഴുകേണ്ട കാര്യം എന്താണ്? ഇവർക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഞാൻ ചോദിച്ച വിദ്യാഭ്യാസം കുറച്ച് കൂടുതൽ ചിലപ്പോൾ പരീക്ഷകളിൽ അന്നത്തെ കാലഘട്ടത്തിൽ കോമ്പറ്റീഷൻ കുറഞ്ഞതോ അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ല, പഠിപ്പിക്കാൻ ശേഷിയില്ലാത്ത അച്ഛനും അമ്മയാണല്ലോ പിന്നോക്കക്കാരിലുള്ളത്. അതിൽ ചില പ്രത്യേക പരിഗണനകൾ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കുന്ന കസേരകളിൽ ഇരുന്ന് ചെയ്യുന്ന അലവലായത്തരം കാണുമ്പോൾ ഹിന്ദു 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 എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഹിന്ദു ഒന്നിക്കൂ, ഹിന്ദു അണിനിരക്കൂ, ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കൂ എന്നൊക്കെ പറയുന്ന ശശികലമാർ, ഹിന്ദു ഐക്യവേദിക്കാർ, BJP-ക്കാർ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അവിടെ നിങ്ങൾക്ക് കിട്ടും ഉത്തരം. അവിടെ 1-2 പിന്നൊക്കെ ഹിന്ദുവിലുള്ളവരെങ്ങാനും പ്രതികരിച്ചാലായി. പക്ഷേ ഈ ഒളിച്ചു കിടത്തലുകൾ നാട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്നതാണ്. ഒരു അധ്യാപകനിൽ നിന്ന് ഇവരൊക്കെ എങ്ങനെയാണ് അധ്യാപകരായി തുടരുന്നത്? ഇത്രയും കാലം അവരെയൊക്കെ നമ്മൾ വന്ദിക്കേണ്ടവരാണ്. ഇപ്പോൾ പാരൻസ്, കഴിഞ്ഞ ജനറേഷനിലെ ഒരു പാരൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരൊക്കെ ആയാൽ വിദ്യാഭ്യാസം കൂടുതൽ കിട്ടിക്കാണില്ല, കുറച്ച് സാമ്പത്തികമൊക്കെ ചിലപ്പോൾ ഗൾഫിലൊക്കെ പോയി ഉണ്ടാക്കി കാണും. അങ്ങനെയുള്ളവർ സ്വന്തം മക്കൾ ഇതൊക്കെ സഹിച്ച് പഠിക്കേണ്ടവരാണ്. അധ്യാപകരെന്ന് പറഞ്ഞാൽ കുമ്പിട്ട് നിൽക്കണമെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലെന്ന് പറഞ്ഞാൽ പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറയും, ഒരു ചുക്കുമില്ല. ഇതൊക്കെ അവന്മാരുടെ കഥയാണ്. പിള്ളേരുടെ അഭിമാനബോധമാണ് ആദ്യം അവരെ വളർത്തേണ്ടത്. അതായത് കാര്യം, അവരെ ഇൻസൾട്ട് ചെയ്ത് കുട്ടികളുടെ മുന്നിൽ ആത്മാഭിമാനത്തെ ക്ഷതേൽപ്പിക്കാൻ ഇവനൊക്കെ ആരാണ് അർഹത കൊടുത്തത്? ഗുരുവല്ല, തേങ്ങാക്കൊരയാണ്. അവനെന്ന് വിചാരിച്ച ഒരു ഇപ്പോൾ ശാപം ഉണ്ടാവും, തേങ്ങ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ശപിക്കാൻ പോലും ഒരു യോഗ്യത വേണം. മനസ്സിലായില്ലേ? ഈ ശാപം എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പ് കേസാണ്. ഈ റാമിനെ പോലുള്ളവന്മാരെയൊക്കെ മടൽ വെട്ടി അടിച്ചിറക്കി കളഞ്ഞിട്ട് പിള്ളേരെന്ത് ചെയ്യണം? ഒരു പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടു പോയി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഇവരെയൊക്കെ വന്ദിക്കുന്നത്. ആ വന്ദിക്കുന്നതിനെ ഒരു അധികാര സ്ഥാനമാനത്തിലേക്ക് എടുത്തുകൊണ്ട് അവരെ ഇത്ര മോശമായിട്ടൊക്കെ കൈകാര്യം ചെയ്തു ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ച ഇവനെ പോലുള്ളവന്മാരൊക്കെ അധ്യാപകരായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അത് ഏത് കോളേജിലാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലെ പിള്ളേർ ഒത്തൊരുമിച്ച് നിന്ന് ചോദ്യം ചെയ്യണം. ഇമാതിരി ആത്മാഭിമാനം ഒരുത്തൻ്റെ മുന്നിൽ അടിയറ വയ്ക്കേണ്ട, അതിന് ഇൻറ്റേർണൽ മാർക്ക് മറ്റേ കട്ട് ചെയ്ത് തോൽപ്പിച്ച് കളയുന്നൊക്കെ പറയുന്ന ആ ഭീഷണിയൊക്കെ ഈ നിതിൻ രാജിൻ്റെ ഈ വിഷയത്തോടു കൂടി ആ ഒരു വിഷയത്തിൽ ഒരു ഉറച്ച നിലപാടുകളിലേക്ക് എത്തിപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള ഗുരു എന്ന പേരിലൊക്കെ അലവലാദികൾ ഒരു വേഷധാരികളായിട്ടൊക്കെ വന്ന് കോളേജുകളിലൊക്കെ കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ സവർണബോധം സാധാരണക്കാരൻ്റെ നെഞ്ചത്തടിച്ചേൽപ്പിക്കാമെന്ന് വെച്ചാൽ കയ്യിൽ വെച്ചാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായപ്പോൾ കുട്ടികൾ ഒന്നടങ്കം ഈ പെയ്തൊഴിയാൻ വേണ്ടി നിന്ന കാർമേഘത്തെ പോലെ അവരുടെ മനസ്സിൽ ഇത്രയും കാലത്തെ വീട്ടുകാരടുത്ത് പറഞ്ഞാൽ പോലും ഇടപെടാത്ത ഈ ഒരു സംഭവത്തിൽ അവർ മനസ്സ് തുറന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നാട് കേൾക്കണം, രക്ഷിതാക്കൾ കേൾക്കണം. ഇങ്ങനെ ഒരു മൃഗങ്ങളുടെ ഇടയിലേക്ക് എൻ്റെ മക്കളെ വലിച്ചെറിഞ്ഞു കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലെത്തേണ്ട സന്ദർഭമാണെന്ന് വളരെ കൃത്യമായി പറയുകയാണ്.